ഞാനിന്ന് സോപ്പ് പൊടി നിർമ്മാണം അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. 250 രൂപയ്ക്ക് സോപ്പ് പൊടി ഉണ്ടാക്കുന്ന കിറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. കെമിക്കൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 250 രൂപയുടെ കിറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ 250 രൂപയ്ക്ക് ഏകദേശം 5 കിലോ സോപ്പ് പൊടിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ കടയിൽ ചെന്നാൽ നമുക്കറിയാം സോപ്പ് പൊടിയുടെയൊക്കെ വില. നമുക്ക് 250 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി എന്തുകൊണ്ടും വർത്താണ്. എങ്ങനെയാണ് ഞാനിവിടെ വീട്ടിലിത് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാം. പോകാം വീഡിയോയിലേക്ക്. ഹായ്, നമുക്ക് സോപ്പ് പൊടി നിർമ്മാണത്തിലേക്ക് കടക്കാം. ആദ്യമേ നമ്മൾ 2 കൈയിലും ഗ്ലൗസ് ഇടണം. കാരണം നമ്മൾ അത്രയും കെമിക്കൽസാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൗസ് നിർബന്ധമായും യൂസ് ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ ഇതുപോലെ ഞാനിപ്പോൾ 2 മാസ്ക് എടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ സ്മെല്ല് വരുമ്പോൾ നമുക്ക് അലർജിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ചുമ, പനി ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇത് ചെയ്യുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. അതുപോലെ നമ്മൾ നിർബന്ധമായി ശ്രദ്ധിച്ചിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വീടിൻ്റെ അകത്ത് വെച്ച് ചെയ്യാതിരിക്കാൻ നോക്കുക. വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ വീടിന് പുറത്താണ് ചെയ്യുന്നത്. കാരണം വീടിൻ്റെ അകത്ത് വെച്ചാൽ ഈ സ്മെല്ല് കുറേ നേരം നിൽക്കും. നമുക്ക് ശ്വാസ തടസ്സവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീടിന് പുറത്ത് വെച്ച് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ മാസ്ക് ധരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സോപ്പ് പൊടിയുടെ കിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 5 കിലോയുടെ കിറ്റാണ്. 250 രൂപയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് നോക്കാം. ഇതിൽ ഒരു സ്ലറി ഉണ്ട് കേട്ടോ. സ്ലറി ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നതാണ്. ഈ ഒരു സാധനമുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ മണത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന സാധനമാണ്. ഇതിന് പറയുന്നത് ഫ്രാഗ്രൻസ്. ഇതാണ് ഫ്രാഗ്രൻസ്. പിന്നെ നമ്മൾ ഈ സാധനമാണ് ഈ സോപ്പ് പൊടിയുടെ. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും നിരത്തി വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാം. ഈ പൊടി ഇത് നമ്മൾ ഭംഗിയായിട്ട് ഇതിന് ഇതുപോലെ കട്ടകളുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ഉടച്ചു കൊടുക്കണം. 2 കൈ കൊണ്ട് നന്നായി തിരുമ്മി ഉടച്ചു കൊടുക്കണം. കട്ടകൾ നന്നായി ഉടച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ സോപ്പ് പൊടിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടൂല. ൊക്കെ പാടാട്ടോ.
കട്ടകളൊക്കെ ഏകദേശം ഉടഞ്ഞു കഴിഞ്ഞു. ഇത് നമുക്ക് വേണ്ടത് ഇതാ ഈ സ്ലറി നമ്മുടെ ഇത് ഇതിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്ന് പറയുമ്പോൾ നന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കണം കേട്ടോ. മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിക്കണം. കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇത് ഒഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര ചൂടാണ്. കാണാൻ പറ്റുന്നുണ്ട്. അടുത്തോട്ട് കൊണ്ടുവരണോ? ഇവിടെ കൊണ്ടുവരേണ്ടി വരും. നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ശകലം പോലും ബാക്കി വയ്ക്കണം. എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇത്തിരി ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. സാരമില്ല. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കളർ ഗാർഡാണ്. ഇത് നമ്മൾ സാധാരണ സോപ്പ് പൊടി വാങ്ങുന്നതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ചെറിയൊരു സാധനം. അത് കളർ ഗാർഡാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം നല്ല ഇതായിരിക്കും സോപ്പ് പൊടി. 250 രൂപയ്ക്ക് നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും ഇത് വർത്താണ് കേട്ടോ. കടയിൽ നിന്ന് നമ്മളൊരു ചെറിയ പാക്കറ്റ് സോപ്പ് പൊടി വാങ്ങുവാണെങ്കിലും അത് എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് 250 രൂപയ്ക്ക് നമുക്കൊരു 5 കിലോ സോപ്പ് പൊടി നമുക്ക്
നല്ലതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയുണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുക, അത് സോപ്പ് പൊടി പിന്നെ ഇടുന്നതിന് തന്നെ നമുക്ക് മടിയായിരിക്കും അല്ലേ. നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങി നമുക്കിടാൻ മടിയാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ 250 രൂപയ്ക്ക് 5 കിലോ എന്ന് പറയുമ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള പൊടിയാണ്. മറ്റ് സോപ്പ് പൊടിയൊക്കെ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഈ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്രാഗ്രൻസ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. സോപ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഞാനിവിടെ സ്ഥിരം ചെയ്യുന്നതാണിത് കേട്ടോ. ഞാൻ കടയിൽ നിന്നും അങ്ങനെ സോപ്പ് പൊടി വാങ്ങാറേ ഇല്ല. ഞാൻ കെമിക്കൽ ഷോപ്പിൽ ചെന്ന് ഇതുപോലെ ഓരോ കിറ്റ് വാങ്ങിക്കൊണ്ട് വരും. അങ്ങനെയാണ് ഞാൻ സോപ്പ് പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ വീടിൻ്റെ അടുത്ത് എവിടെയായാലും, നിങ്ങൾ ഏത് സ്ഥലത്ത് താമസിക്കുന്നവരായാലും അവിടെ അടുത്ത് ഏതെങ്കിലും ഒരു കെമിക്കൽ ഷോപ്പ് കാണും. അവിടെ ചെന്ന് ചോദിച്ചാൽ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെയും അതുപോലെ തന്നെ സോപ്പ് പൊടിയുടെയും ഒക്കെ കിറ്റുണ്ട്. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പാടുമില്ല. വളരെ എളുപ്പമാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വീടിൻ്റെ പുറത്തുള്ള സ്ഥലത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വീടിൻ്റെ മുറിക്കകത്തിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ശ്വാസതടസ്സം, ചുമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശ്വാസതടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് വീടിന് പുറത്ത് നിന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ സോപ്പ് പൊടി മേക്കിങ് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒന്നാന്തരം കടയിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിലുള്ള സോപ്പ് പൊടി തന്നെയാണ്. നല്ല മണവുമാണ് കേട്ടോ. തുണിയിലെ അഴുക്കെല്ലാം പോവുകയും ചെയ്യും. നല്ല മണവുമാണ്. നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് വാങ്ങാം. വിശ്വസിച്ച് നമുക്ക് തുണി നനയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉറപ്പായും ഇങ്ങനെ കിറ്റ് വാങ്ങി വീട്ടിൽ തന്നെ സോപ്പ് പൊടി നിർമ്മിക്കുക. വളരെ നല്ലതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അറിയാമല്ലോ നമുക്ക് സോപ്പ് പൊടിയുടെ വില. അപ്പോൾ നമ്മൾ ഉറപ്പായി ഇങ്ങനെ ചെയ്യുക. വളരെ നല്ല ഒരു ഇതാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.